സിദ്ദിഖിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ മുകേഷിന്റെ മേലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കം നടക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. സിദ്ദിഖിന്റെ ബലാത്സംഗ കേസിലാണ് അദ്ദേഹത്തിന്റെ ജാമ്യം ഇന്ന് രാവിലെ ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെ മുകേഷും ജാമ്യഹർജി പരിഗണിക്കുമെന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായി മാറുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇപ്പോൾ തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യലിലേക്ക് നീക്കുകയാണ്. സിദ്ദിഖ് എവിടെ പോയി എന്നുൾപ്പെടെ കാര്യങ്ങൾ എല്ലാം തന്നെ മുകേഷിനോടും ചോദിക്കും. അതുപോലെ മുകേഷിനെതിരെയുള്ള കേസിനെ കുറിച്ചുമുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സിദ്ദിഖിന് മാറി നിന്നതുപോലെ മുകേഷിന് മാറി നിൽക്കാനാകില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറി നിൽക്കുന്നത് ഒട്ടും സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുകേഷ് ചോദ്യം ചെയ്യലിന് വിധേയനായേ മതിയാകും. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ മണിക്കൂറുകളായി നീണ്ടു നിൽക്കുന്ന മുകേഷിന്റെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം തന്നെ സ്വമേധയാ സ്റ്റേഷനിൽ ഹാജരാവുകയും അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ നടക്കുകയുമാണ്. എല്ലാത്തിനും വളരെയധികം നന്നായി തന്നെ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് വാർത്തയിൽ പറയുന്നത്. സിദ്ദിഖിനെ കിട്ടാത്തതുകൊണ്ട് മുകേഷിനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയല്ല എന്നും ലൈംഗിക പീഡന കേസിൽ മുകേഷിനെതിരെ പരാതിയുണ്ട് എന്ന് പറയുന്നുണ്ട്. മുകേഷ് MLAക്ക് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. രാവിലെ 10:15 അഭിഭാഷകനൊപ്പം മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അന്വേഷണത്തിന് ശേഷം, അതായത് ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിനുള്ള നടപടിയും സ്വീകരിക്കാനുള്ള എല്ലാ മുൻകരുതലുമായിട്ട് തന്നെയാണ് MLA പോലീസിന്റെ മുന്നിലേക്ക് എത്തിയത്. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച് G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. കേസിൽ എറണാകുളം സെഷൻസ് കോടതി മുകേഷിന് നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. MLA ആയതിനാൽ തന്നെ ഐഡന്റിഫിക്കേഷന്റെ ആവശ്യമില്ല. 2010 നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരണത്തിന് ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം അനുവദിച്ചു. വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ നിറയുന്നത്. വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് മുകേഷിനെതിരെ ഇപ്പോൾ ഉള്ളത്. ഈ കേസുകളാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേകം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹർജിയിൽ പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ കേസുകളുടെ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ തന്നെ പോലീസ് ചോദ്യം ചെയ്യണമെന്നും അതൊക്കെ തന്നെയും വളരെയധികം നിർണായകമായ തെളിവുകളായി മാറുമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു. ആലുവ സ്വദേശിയായ യുവതിയെയാണ് മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള 7 പേർ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ ഉന്നയിച്ചത്. 2009 സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണവും. 13 വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നിടയിലാണ് മുകേഷ് മോശമായി പെരുമാറിയതെന്ന ആക്ഷേപവുമായാണ് മറ്റൊരു യുവതിയും രംഗത്തെത്തിയത്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ മുകേഷ് കയറിപ്പിടിച്ചുവെന്നാണ് നടിയുടെ മൊഴി. അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതെന്ന അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് FIR കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.